ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പേരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചലഞ്ചസ് ഇന്ത്യ ഫേസ്ഡ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ടു ഫോം എ യുണൈറ്റഡ് നേഷൻ, ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക. എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കുക. എൻഷുറിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസ്പെരിറ്റി, വികസനവും സമൃദ്ധിയും ഉറപ്പാക്കുക. ഈ 3 പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഈ 3 പോയിൻ്റാണ് നമ്മുടെ പൊളിറ്റിക്സിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സായി വരുന്നത്. ഇനി ഇതിൽ സെക്കൻഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ഇൻ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിഭജന സമയത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇവിടെ നേരിട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നോ സിംഗിൾ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി. മുസ്ലിങ്ങൾക്ക് ഒരു പ്രദേശം ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസ്റ്റും ഒന്ന് വെസ്റ്റിലുമായിരുന്നു. ജോയിൻ ടു വാസ് ഇംപോസിബിൾ. നോ ആൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് വാണ്ടഡ് ടു ബി ഇൻ പാകിസ്ഥാൻ. മൊത്തം മുസ്ലിം മെജോറിറ്റി ആളുകൾക്കും പാകിസ്ഥാനുമായി ചേരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. നോർത്ത് വെസ്റ്റേൺ ഫൗണ്ടേറ്റർ പ്രൊഫഷൻസ് ആൻഡ് ദെയർ ലീഡർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഒപ്പോസിഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് വിഭജനത്തെ എതിർത്തിരുന്നത്. പഞ്ചാബ് ആൻഡ് ബംഗാൾ ഹാഡ് ബോത്ത് മുസ്ലിം ആൻഡ് നോൺ മുസ്ലിം മെജോറിറ്റി ഏരിയാസ്, സോ ദേ വേർ ഡിവൈഡഡ്. പഞ്ചാബും ബംഗാളും മതഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ പ്രോബ്ലം നേരിട്ടത് ബോർഡറിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആളുകൾക്കാണ്. അവർക്ക് അവരുടെ വീടും അതുപോലെ തന്നെ അവരുടെ രാജ്യവും നഷ്ടപ്പെട്ടു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്, വാട്ട് വേർ ദ കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ? വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഇതിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഡിവിഷൻ ഓഫ് ഹാർട്ട്, ജനങ്ങൾ തമ്മിലുള്ള മാനസിക വിഭജനം. ലാർജ് സ്കെയിൽ പോപ്പുലേഷൻ ട്രാൻസ്ഫർ, വൻ ജനസംഖ്യാ കുടിയേറ്റം. റെഫ്യൂജീസ് പ്രോബ്ലം, അഭയാർത്ഥി പ്രവാഹം. മർഡർ ആൻഡ് ലൂഡിംഗ്, കൊലപാതകവും കൊള്ളയും. കമ്മ്യൂണൽ റയോട്ട്, സാമൂഹിക കലാപങ്ങൾ. അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളും കുട്ടികളും നേരിട്ടുള്ള അതിക്രമങ്ങൾ. മൈനോറിറ്റീസ് പ്രോബ്ലം, ന്യൂനപക്ഷ പ്രശ്നങ്ങൾ. ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ്സ്, സ്വത്തുക്കളുടെയും ആസ്തികളുടെയും വിഭജനം. അസാസിയേഷൻ ഓഫ് മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയുടെ വധം. ഇനി അടുത്തതായി ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ടതാണിത്, ഇൻ്റഗ്രേഷൻ ഓഫ് ഹൈദരാബാദ്. ഹൈദരാബാദിൻ്റെ ഇന്ത്യയുമായുള്ള ലയനം. ഹൈദരാബാദ് വാസ് ദ ലാർജസ്റ്റ് പ്രിൻസിപ്പലി സ്റ്റേറ്റ്. ഹൈദരാബാദ് ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു. ദ നിസാം വാണ്ടഡ് ഹൈദരാബാദ് ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്. നിസാം സ്വതന്ത്ര രാഷ്ട്രമായി തുടരാൻ ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഹൈദരാബാദ് ഇന്ത്യയുമായി ലയിക്കാൻ നിസാം എന്ന് പറഞ്ഞ രാജാവ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ റസാക്കേഴ്സ് സപ്പോർട്ട് ദ നിസാറാം. റസാക്കേഴ്സ് നിസാറാമിനെ പിന്തുണച്ചു. 1948 ഇന്ത്യ സൈന്യം ഓപ്പറേഷൻ നടത്തി. ഹൈദരാബാദ് ബിക്കം പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ. തുടർന്ന് ഹൈദരാബാദ് ഇന്ത്യയുടെ യൂണിയനിൽ ലയിച്ചു. ഈ നിസാറാം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഇനി അടുത്തതായി പഠിക്കാനുള്ളത് ഇൻ്റഗ്രേഷൻ ഓഫ് മണിപ്പൂരാണ്. മണിപ്പൂരിൻ്റെ ഇന്ത്യയുമായുള്ള ലയനം. മഹാരാജ ബോധചന്ദ്ര സിംഗ് സിഗ്നേറ്റഡ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസോസിയേഷൻ. മഹാരാജാവ് ബോധചന്ദ്ര സിംഗ് ലയന കരാറിൽ ഒപ്പുവെച്ചു. മണിപ്പൂർ ഹാഡ് ആൻ എലക്റ്റഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മണിപ്പൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ ഉണ്ടായിരുന്നു. ഇറ്റ് ബിക്കം എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർച്ചറി ഇൻ 1948. 1948 ഭരണപരമായ രാജഭരണമായി മാറി. 1949 ലയന കരാറിൽ ഒപ്പുവെച്ചു. മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായി മാറി. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് നോട്ടാണ് തന്നിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഷോർട്ട് നോട്ട് കിട്ടുക. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് അസോസിയേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിൻ്റെ ഇന്ത്യയിലേക്കുള്ള ലയനാണ്. ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ പ്രിൻസിപ്പലി സ്റ്റേറ്റ്. ജമ്മു കാശ്മീർ ഒരു നാട്ടുരാജ്യമായിരുന്നു. 1947 പാകിസ്ഥാനിയർ ജമ്മു കാശ്മീരിലെത്തി മഹാരാജാവ് ഹരി സിംഗ് ഇന്ത്യയുടെ സൈനിക സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം ലയനരേഖയിൽ ഒപ്പുവെച്ചു. തുടർന്ന് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി. ജമ്മു കാശ്മീർ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇന്ത്യയിലും കുറച്ച് പാകിസ്ഥാനും കുറച്ച് ചൈനയും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ സെറ്റായി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് വരെ പബ്ലിക് എക്സാമിന് ചോദ്യം ചോദിച്ചേക്കാം, എസ്സേ ആയിട്ടൊക്കെ. അപ്പോൾ ഇതിൽ ഷോർട്ട് പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് തുടർന്നുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം.